ഹായ്. അപ്പോൾ ഇന്ന് മുതൽ നമ്മളെ ഇൻറ്റേൺഷിപ്പിൻ്റെ ഒഫീഷ്യൽ സ്റ്റാർട്ടിംഗ് ആണ്. ഇന്ന് നമ്മൾ പോയി അവിടെ ജോയിൻ ചെയ്ത് ഇന്ന് കുറച്ച് പേഷ്യൻസിനൊക്കെ വിസിറ്റ് ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. ഓൾറെഡി ലേറ്റായി. നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വേഗം പോകാം. പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ ഫിഗ് ഉണ്ട് ആൻഡ് കോഫി. നമ്മളിപ്പോൾ ഇതാ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു ടോട്ടൽ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആകർഷിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഹോസ്പിറ്റലിൻ്റെ എൻവയോൺമെൻറ്റ് തന്നെയാണ്. ഇവിടെ പേഷ്യൻസും ഡോക്ടേഴ്സും നേഴ്സസും ഒക്കെ തമ്മിൽ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളൊരു ബോണ്ട് ക്രിയേറ്റഡ് ആണ്. അത് അവരുടെ ട്രീറ്റ്മെൻറ്റ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു. സ്പെഷ്യലി ഇവിടുത്തെ ഇൻറ്റേൺസ് ആയിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളെ വൈറ്റ് കോട്ട് സെറിമണി. ഇങ്ങനെയാണ് ഞങ്ങൾ വൈറ്റ് കോട്ട് സെറിമണി. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഡോക്ടർ ശ്രുതി, ഡോക്ടർ രശ്മി. ഞങ്ങൾക്ക് ഇവിടെ സ്വീറ്റ്സൊക്കെ തന്ന് ഞങ്ങളെ വെൽക്കം ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ റാഫല്ലോ മുഴുവൻ എടുക്കരുത്, രണ്ടെണ്ണം എടുക്കാനുള്ള പെർമിഷനുണ്ട്. അപ്പോൾ വന്നിട്ടുള്ളത് ഈ മാമിൻ്റെ അടുത്തേക്കാണ്. പുള്ളിക്കാരിയാണ് നമ്മളിവിടുന്ന് ഗൈഡ് ചെയ്യുക. ആൾ ഓൺകോളജിസ്റ്റ് സ്പെഷ്യലിസ്റ്റാണ്. ആൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഞങ്ങളെ ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു. എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് പറഞ്ഞിരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ പേഷ്യൻസിൻ്റെ അടുത്ത് പോയി. യെസ്, ഷീ ഈസ് എ റിയൽ ബട്ടർഫ്ലൈ. സേ ഹായ്. ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് ആളുടെ അൽബേനിയൻ നെയിമിൻ്റെ മീനിങ് ആണ്. ആളൊരു ക്യാൻസർ ഫൈറ്ററാണ്. ഈ കാണുന്ന നഴ്സിനെ മാത്രമേ ഉള്ളൂ ആൾ ട്രീറ്റ്മെൻറ്റിന് സമ്മതിക്കുക കേട്ടോ. അങ്ങനെ അഡ്മിറ്റായ പേഷ്യൻസിനെയും OP പേഷ്യൻസിനെയും കീമോ സെഷൻ എടുക്കുന്ന പേഷ്യൻസിനെയും എല്ലാവരെയും കണ്ട് കുറച്ച് നേരം ഡോക്ടർ ഇറങ്ങി. അശ്വിൻ, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഭയങ്കര ഡിഫറെൻ്റ് അല്ലേ? നമ്മുടെ നാട്ടിലെ വെച്ച് ഭയങ്കര ഡിഫറെൻ്റാണ് ഇവിടുത്തെ ഒരു കൾച്ചറും ഹോസ്പിറ്റലൊക്കെ. നമ്മുടെ നാട്ടിലെ പോലെ നല്ല ഭയങ്കര സൈലൻസാണ് ഇവിടെ. ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ്. ഒരുപക്ഷെ ഈ ഇൻറ്റേൺഷിപ്പ് ഞങ്ങൾക്ക് സൈക്കോളജിനേക്കാളും കൂടുതൽ പഠിപ്പിക്കുന്നത് ലൈഫിനെ കുറിച്ചായിരിക്കും. ചില എക്സ്പീരിയൻസസ് നമ്മൾ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യും, പക്ഷെ ചിലതൊക്കെ നമ്മൾ മനസ്സിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അവിടുന്ന് തിരിച്ചിറങ്ങുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന കുറേ തോട്ട്സ് ആയിരുന്നു. കുറച്ചൊക്കെ ഡിസ്റ്റർബിങ് ആയിരുന്നു. അതൊക്കെ മാറ്റാൻ ഞങ്ങൾ എന്തായാലും പുറത്തിറങ്ങാമെന്ന്. ഇവിടെ വഴിയിലൊരു വണ്ടി കിടക്കുന്നുണ്ടോ? നമ്മൾ വിചാരിക്കുക അത് ടയർ പഞ്ചറായിട്ട് എങ്ങനെ കിടക്കുന്നതാണ്. അല്ല, ഇവിടെ ഇങ്ങനെ നടു റോട്ടിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടിട്ട് പോകും ആളുകൾ. ഇതിനകത്ത് ആരുമില്ല, പക്ഷെ വഴിയിൽ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് പോകും. ബസ്സിൽ കയറി പോകാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടി ഇവിടെ നടു റോട്ടിൽ പാർക്ക് ചെയ്തിട്ട് പോകും വണ്ടികൾ. ഇപ്പോൾ കറൻസി എക്സ്ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. നമ്മളെ കയ്യിൽ യൂറോ ആണുള്ളത്. യൂറോ മാറ്റി ഇവിടുത്തെ അൽബേനിയൻ ലേക്കിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് തപ്പിക്കൊണ്ട് നടക്കുകയാണ്. എക്സ്ചേഞ്ച് എവിടെയാണെന്നുള്ളത് നമുക്കൊരു പ്ലേസ് കാണിച്ചു തന്നിട്ടുണ്ട്. അവിടെ ഇന്നലെ പോയപ്പം എക്സ്ചേഞ്ച് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നും കൂടെ പോയി നോക്കുകയാണ്. ഈ കാണുന്ന VIP എക്സ്ചേഞ്ചിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഞങ്ങൾ അൽബേനിയൻ കറൻസി, ഇതാണ് അൽബേനിയൻ ഇവിടുത്തെ കറൻസി, അൽബേനിയൻ ലേക്ക്. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് അൽബേനിയൻ ഫുഡ് ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. പുറത്തുള്ള ഫുഡൊന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. സൊഫ്ലേജ് ഇവിടുത്തെ സൊഫ്ലേജ് ആണിത്. നമ്മുടെ നാട്ടിലെ ഷവർമ എന്നൊക്കെ പറയും. ഇവിടെ ഇതാണ്. ഇവിടെ ഒരാൾ വെജിറ്റേറിയൻ ഓപ്ഷനാണ്. കഴിച്ചോ. ഞാൻ നടന്നു വരുമ്പോൾ ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി, വേറൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ടിറാനയിലെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി. അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ഈ കാണുന്ന ലൈൻ ഉണ്ടല്ലോ, ഇത് നമ്മൾ 2 വീലേഴ്സിനുള്ളതാണ്. ബൈക്കുകൾ, അതുപോലെ ഇലക്ട്രിക് ബൈക്ക്, പിന്നെ സൈക്കിള്, ഇതുപോലെയൊക്കെയുള്ള റൈഡ്സിന് വേണ്ടിയിട്ടുള്ളത്. അത് അതിനായിട്ടുള്ള പാർട്ടാണ്. നമ്മൾ ഇവിടെയും വോഡഫോൺ ഉണ്ട്. കണ്ടാ, വോഡഫോണിൻ്റെ സ്റ്റോർ. അത് USA ബ്രാൻഡ് എന്തല്ലേ? ഇൻ്റർനാഷണൽ ബ്രാൻഡാണ് വോഡഫോൺ. ഞങ്ങളിവിടെ കോഫി കുടിക്കാൻ കയറിയതാണ്. ഇവിടുത്തെ മുള്ളിരി കഫേ. ഇങ്ങനെ വെക്കണം. റാസ്ബെറി ഗ്രാനൈറ്റ. അപ്പോൾ അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് ക്യാമ്പസിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ Day 4 ഇവിടെ എൻഡ് ചെയ്യുമ്പോൾ ഇനി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ ഉണ്ട്. ബട്ട് ഫോർ നൗ ദിസ് ഈസ് വെയർ വി സേ ഗുഡ് ബൈ ടു Day 4.